ഹായ് ഓൾ. അപ്പം ഇതിപ്പോൾ സമയം 10 മണിയായി. ഓക്കെ, അപ്പം ഞാനൊരു സെക്കൻഡ് ഒരു പി എൻട്രിക്ക് വേണ്ടി നോക്കുകയാണ്. പി സെക്കൻഡ്. ഓക്കെ, പി എൻട്രിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കിത് ഫസ്റ്റ് ആ ഒരു ഡൗൺ സൈഡിൽ നിന്ന് നമുക്കൊരു അപ്പ് സൈഡിലോട്ടൊരു പുഷ് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പ് സൈഡിലൊരു ഒരു ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഫ്യൂച്ചേഴ്സ്. ഓക്കെ, അപ്പം അതിൽ നമുക്കൊരു ഡേ ലോ ടാർഗറ്റ് വെച്ചിട്ട് നമുക്കൊരു 100 പോയിൻറ്റ്സ് പ്രീമിയം ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 150 ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, 150 ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പം നമുക്കൊരു 15,000 റുപ്പീസ് നമുക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റി പിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഓക്കെ, ആദ്യത്തെ എൻട്രിയിൽ. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ എൻട്രിയാണ് നോക്കുന്നത്. നമ്മുടെ ആ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞ് നമുക്ക് ഞാൻ പറയില്ല, നമുക്കിപ്പോൾ ഒരു ഓവർ ട്രേഡ് കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് വരുമ്പോഴത്തേക്കിനെല്ലാം നമ്മളെപ്പോഴും എൻട്രി എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഞാനപ്പം എൻട്രി നോക്കുന്നത് ഇപ്പോൾ ഒരു പുട്ട് സൈഡ് എൻട്രിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് അവിടുന്ന് ഒരു എൻട്രി കാര്യങ്ങളായിരിക്കും ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ ആ ഒരു മൊമെൻറ്റം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം 10:11. ഓക്കെ, ഞാനപ്പോൾ ഈ വരച്ചേക്കുന്ന ഈ ഒരു റെക്ടാങ്കുലർ റെഡ് ബോക്സിൽ വന്ന് ടാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിംഗ്ലോ ടാർഗറ്റായിട്ട് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 49,960 ആ ഒരു ലെവലിൽ നമുക്ക് എൻട്രി എന്തായാലും എടുക്കാം. ഓക്കെ, ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ അതാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ലെവലിലോട്ട് നോക്കാം. ഓക്കെ, ലെവലിലോട്ട് വരുമോ എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈനായിരിക്കും വെക്കുന്നത്. ഏത് നമ്മുടെ ആ ഒരു ബ്ലൂ ലൈൻ 50, 180 ആ ഒരു ലൈനിലായിരിക്കും വെക്കുന്നത്. ഓക്കെ, ആ ഒരു റേഞ്ച് വെക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു റേഞ്ചിന് എബോവ് മാർക്കറ്റ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പ് സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ എന്തായാലും നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നോക്കുന്നത് ഒരു പുട്ട് എൻട്രി തന്നെയാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ബോക്സിൽ വന്ന് ടാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ എന്തായാലും ഒരു 150. ഇപ്പം ഇന്ന് എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പം ഞാനത് റിസ്ക് ആയിട്ട് വെച്ചിട്ടായിരിക്കും എന്തായാലും ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് റിസ്ക് ആയിട്ട് വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞാൻ അടുത്ത ട്രേഡും കാര്യങ്ങളും എടുക്കുന്നത്. അല്ലാതെ ഇന്ന് അപ്പോൾ എൻ്റെ ക്യാപിറ്റലിൽ നിന്ന് ഞാൻ റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഇന്ന് ആക്ച്വലി ഒരു ട്രെൻഡിങ് ഡേ ആണെന്ന് തോന്നുന്നു. കാരണം ഇപ്പം എല്ലാ പോസിറ്റീവിലാണ്. ഓക്കെ, അത് കൂടാതെ തന്നെ നമുക്ക് ഇന്നൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് നല്ലൊരു മൊമെൻറ്റം വരും. ഗ്യാപ്പ് അപ്പ് വന്നിട്ട് നല്ലൊരു ഡൗൺ സൈഡിലോട്ട് മൊമെൻറ്റം വന്നിട്ടും ഇന്നത്തെ ആ ഒരു മൊമെൻറ്റത്തിൽ തന്നെ ആ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം എന്തായാലും. ഞാനപ്പം ഈ ഒരു റേഞ്ച് 49,960 ആ ഒരു റേഞ്ചിൽ വന്ന് ടാപ്പ് ആയതിനു ശേഷം ഒരു അപ്പ് സൈഡിലാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും മാർക്കറ്റ് എത്രത്തോളം കയറുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളുമൊക്കെ നമുക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന് എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ എൻട്രി കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേഡിൽ തന്നെ നമുക്ക് എക്സിറ്റ് അടിക്കാം. ഓക്കെ, ഈ ഒരു ട്രേഡിൽ തന്നെ നിർത്താം. ഓക്കെ, ആ ഫസ്റ്റ് ട്രേഡ് തന്നെ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ നിന്ന് വന്ന് ടാപ്പ് ആയതിനു ശേഷം നമുക്ക് എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് എൻട്രി കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമ്മുടെ ആ ഒരു ലെവലിൽ വന്ന് ടാപ്പ് ആവാതെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് തന്നെ വന്നു അല്ലേ. ഓക്കെ, അപ്പം ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്കിപ്പോൾ ആ ഒരു ലെവലിൽ നമുക്കിപ്പോൾ എൻട്രി ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു അപ്പ് സൈഡ് എൻട്രി നമുക്ക് ഇനി നോക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിൽ തന്നെ ഒരു എൻട്രി കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ആ ഒരു ലെവലിൽ വന്ന് ടാപ്പ് ആവാതെ കണ്ടോ നമ്മുടെ ആ ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, അപ്പം അത് ഇഷ്യൂ ഇല്ല. നമുക്കിനി അടുത്ത ഒരു ട്രേഡിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പം സമയം 10:54. ഞാനപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു പുട്ട് സൈഡ് എൻട്രിയാണ് എടുത്തത്. ഓക്കെ, പുട്ട് സൈഡ് എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു 150 ക്വാണ്ടിറ്റി. ഓക്കെ, 150 ക്വാണ്ടിറ്റി, ഒരു 20 പോയിൻ്റ് SL. അപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ബ്ലൂ ലൈനാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഞാനപ്പോൾ എൻട്രി എടുത്തേക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻട്രി എടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ എൻട്രി എടുത്തതേ ഉള്ളൂ. അപ്പം എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ലോ ആണ്. എൻ്റെ ടാർഗറ്റ് നിയർലി ഒരു 180 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, 1:2 അല്ലെങ്കിൽ 1:2.5 റിസ്ക് റിവാർഡുള്ള ഒരു ട്രേഡാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പം ലോ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 150 ക്വാണ്ടിറ്റി ഞാനിപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഓക്കെ, ആ ഹൊറിസോണ്ടൽ ലൈൻ ടാപ്പ് ആകുമ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് അടിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആ ട്രേഡ് എന്ന് പറയുന്നത് എൻട്രി കിട്ടാതെ തന്നെ നല്ലൊരു ഡൗൺ സൈഡ് വന്നു. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ഇതും കൊണ്ട് തന്നെയാണ് ഞാനപ്പം രണ്ടാമത് ഒരു ട്രേഡ് എടുത്തത്. ഓക്കെ, ഒരു പുട്ട് സൈഡ് എൻട്രി കാര്യങ്ങൾ എടുത്തത്. ഓക്കെ, അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഫോളോ ആകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്ക് മാർക്കറ്റിനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ ബാക്കി ബാങ്കിങ് സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കിന് ബുള്ളിഷ് തന്നെയാണ്. ബുള്ളിഷ് മീൻസ് ഒരു പോസിറ്റീവ്ലി തന്നെയാണ് ഇപ്പം കറൻറ്റ്ലി ട്രേഡിങ് നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, ഞാൻ എൻ്റെ ഫയേഴ്സിൽ ഞാൻ എടുത്തേക്കുന്ന ട്രേഡ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇപ്പം കറൻ്റ്ലി നിഫ്റ്റി എന്ന് പറയുന്നത്, നിഫ്റ്റി ഇന്നൊരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നെ നിഫ്റ്റി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഐ ടി സെക്ടർ ഇപ്പം നല്ലൊരു ബുള്ളിഷ് റണ്ണി തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, നല്ലൊരു ബുള്ളിഷ് റാലി തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ITBസിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ പറയുന്നത് ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല. ഇത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനോട് സംസാരിച്ചതിന് ശേഷം നമുക്കൊരു എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, ഇപ്പം നമുക്കൊരു 2,500 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ഓക്കെ, 2,500 റുപ്പീസ് നമ്മൾ പ്രോഫിറ്റ് റണ്ണിങ് തന്നെയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻട്രി എടുത്തത് 339 ലെവലിലാണ്. 339 ലെവലിൽ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 316 ആണ്. നിയർലി ഒരു 20-22 പോയിൻറ്റ്സ്. ഓക്കെ, അത്രയും വരത്തുള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു 3,300 3,400 അത്രയും ആയിരിക്കും നമുക്ക് വരുന്ന ലോസ്. ഓക്കെ, അതിൽ കൂടുതൽ ലോസ് വരത്തില്ല. എന്തായാലും നമുക്ക് ടാർഗറ്റ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം, ഒന്ന് അലേർട്ട് വെച്ചേക്കാം. ഓക്കെ, നമുക്ക് അലേർട്ട് ഒന്ന് വെച്ചേക്കാം ജസ്റ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു അലേർട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. ഓക്കെ, അതൊന്ന് കളഞ്ഞിട്ട് നമുക്ക് ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പം ഇങ്ങനെ അലേർട്ടും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ അതായത് എൻട്രി എടുക്കുന്ന ലെവൽസിൽ വേണമെങ്കിൽ അലേർട്ട് എടുക്കാം. ഞാനിപ്പം ഇത് പ്രീമിയം കാര്യങ്ങളും അല്ല, ട്രേഡിംഗ് വ്യൂ നോർമൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഒരൊറ്റ ഒരെണ്ണം വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാനപ്പോൾ ഒരെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ആ അലേർട്ട് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ അലേർട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അലേർട്ട് കേൾക്കുമ്പോഴത്തേക്കും ഇൻ കേസ് നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് എക്സിറ്റ് കാര്യങ്ങളൊക്കെ അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാർഗറ്റിൽ മാത്രം നമ്മൾ എക്സിറ്റ് അടിച്ചാൽ മതി. ഓക്കെ, കാരണം സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഹിറ്റ് ആവുമല്ലോ. നമ്മൾ കവർ ഓർഡറാണ് ഇട്ടേക്കുന്നത്. കവർ ഓർഡറിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ഹിറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൽ ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും അവിടുന്ന് നമുക്കൊരു റിജക്ഷൻ തന്നെയാണ്. നമ്മൾ ആ എൻട്രി എടുത്ത് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു റിജക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം കറൻ്റ്ലി നമ്മളിപ്പം ട്രേഡ് റണ്ണിങ് ആയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ നമ്മൾ ട്രേഡിൽ റണ്ണിങ് തന്നെയാണ്. ഓക്കെ, നിയർലി ഒരു 2,500 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് 339 ആണ്. ഓക്കെ, ഇപ്പോൾ 379 പ്രീമിയം വരുന്നത്, 379. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു പ്രീമിയം ഷൂട്ടപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, 379 നിയർലി ഒരു 40 പോയിൻറ്റ്സ്. ഓക്കെ, 6,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 6,000 റുപ്പീസ് പ്രോഫിറ്റിൽ ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് ആണ്. 6,000 റുപ്പീസ് പ്രോഫിറ്റിൽ റണ്ണിങ് ആണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നിടം വരെ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇപ്പോൾ വോയിസിൽ കിളികളുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഓക്കെ, ഇപ്പം രാവിലെ അല്ലേ, അപ്പം അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 6,000 റുപ്പീസ് പ്ലസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ് ഇപ്പം 6,000. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നല്ല റിജക്ഷൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്തായാലും ഈസിലി അച്ചീവ് ആകുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു 50% നമുക്ക് കറൻ്റ്ലി ഇതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നേരത്തേക്ക് നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഇത്രയും പ്രോഫിറ്റ് കാണുമ്പോൾ എക്സിറ്റ് അടിക്കാമെന്ന്. പക്ഷേ നമ്മൾ ആ ഒരു ടാർഗറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ ഒരു 20 പോയിൻറ്റ്സേ വരുന്നുള്ളൂ. പക്ഷെ നമുക്കിപ്പോൾ പ്രോഫിറ്റ് ടാർഗറ്റ് പ്രോഫിറ്റ് എടുക്കാതെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയപ്പം അപ്പോൾ ആ ഒരു റിഗ്രറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓക്കെ, കാരണം നമ്മളൊരു സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്, ഒരു ടാർഗറ്റും വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ടെണ്ണം ഏതെങ്കിലും ഒരെണ്ണം ഹിറ്റ് ആവാതെ നമുക്ക് ആ പകുതിക്ക് വെച്ച് ഇറങ്ങി പോകണ്ട. ഓക്കെ, അത് തന്നെയാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ്, അപ്പം നമുക്ക് ഏത് സ്ട്രാറ്റജിയെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പ്ലസ് നല്ലൊരു റിസ്ക് റിവാർഡിൽ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ആ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടാർഗറ്റിന് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒരു അലേർട്ട് ഇട്ട് വെച്ചത്. അപ്പോൾ ആ ടാർഗറ്റിൻ്റെ ആ ഒരു റേഞ്ചിൽ അലേർട്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ മാനുവലി നമുക്ക് ഫോണിൽ ഓട്ടോ എക്സിറ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും എൻട്രി എക്സിറ്റും അടിക്കുന്നത് ഞാൻ ഫോണിൽ തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് ആ ഒരു ശീലവും കാര്യങ്ങളും. അപ്പം കുറച്ചുകൂടെ എളുപ്പവും നമ്മൾ ട്രേഡിൽ എൻട്രിയും എക്സിറ്റും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമെന്ന് പറയുന്നത് ഫോണിൽ തന്നെ എക്സിറ്റ് അടിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതാണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് കുറച്ച് ഒരു അപ്സൈഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സലാണോ എന്നും സംശയമുണ്ട്. പക്ഷേ കുഴപ്പമില്ല. എന്നാലും ഇപ്പം മാർക്കറ്റ് ഇത്രയും കയറിയപ്പോഴും നമ്മുടെ ആ ഒരു പ്രീമിയം കാര്യങ്ങളും ഡ്രോപ്പ് ആവുന്നില്ല. ഓക്കെ, ഇപ്പം സ്റ്റിൽ നമ്മളൊരു 2,100 ആ ഒരു പ്രോഫിറ്റ് തന്നെയാണ് നമ്മളിപ്പോൾ കറൻ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഓക്കെ, മാർക്കറ്റിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് അപ്സൈഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പം കറൻ്റ് ഇപ്പം ലോസ് തന്നെയാണ്. ഓക്കെ, ലോസിലൊരു 1100 റുപ്പീസ് നമ്മളിപ്പോൾ ലോസിലാണ്. ഓക്കെ, കുഴപ്പമില്ല. മാർക്കറ്റ് എന്തായാലും നമുക്ക് അവിടുന്ന് ചിലപ്പോൾ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഡൗണിലോട്ട് വരാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിലെ. അപ്പോൾ ജസ്റ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു കയറിയ ആ ഒരു പോയിന്റിൽ നമ്മൾ മാർക്കറ്റ് കയറിയില്ലേ, അപ്പോൾ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരച്ചേക്കുന്നത് ലിക്വിഡിറ്റി ലെവലാണ്. ഓക്കെ, 50 എന്ന് പറയുന്നത്. ഓക്കെ, 55 എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ അതൊരു ലിക്വിഡിറ്റി ലെവലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് കയറിയേക്കുന്നത്. ഓക്കെ, നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു കോൾ എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് വന്നതിന് ശേഷം അവിടുന്ന് ഒരു കോൾ എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഇത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇങ്ങനത്തെ ഏരിയാസിൽ സ്റ്റോപ്പിൽ, അതായത് കവർ ഔട്ടിൽ തന്നെ എൻട്രി കാര്യങ്ങൾ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് എക്സിറ്റ് അടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി നമുക്കൊരു 80 പോയിൻറ്റ്സ് 90 പോയിൻറ്റ്സോളം ഉണ്ടോ, നമുക്കൊരു 97 പോയിൻറ്റ്സോളം എന്താണ് നമുക്ക് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നിയർലി ഒരു 40 പോയിൻറ്റ്സ് പ്രീമിയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ ചാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു 20 പോയിൻറ്റ്സ് എസ്എല്ലും എന്താണ് ഒരു 40 പോയിൻറ്റ്സ് നമുക്ക് റിവാർഡും കിട്ടി. പക്ഷെ നമുക്ക് അത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ റിസ്ക് റിവാർഡ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നോക്കുന്നവരും ഉണ്ട്, പ്രീമിയം ചാർട്ട് നോക്കി റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ ഞാൻ നോക്കുന്നത് ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ സ്പോട്ട് ചാർട്ട് നോക്കി തന്നെയാണ് ഞാൻ എൻ്റെ റിസ്ക്കും റിവാർഡും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രീമിയം കാര്യങ്ങളും. മാർക്കറ്റിൽ ഞാൻ പറയില്ല, മാർക്കറ്റിൽ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ആ ഒരു ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിനിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് മാർക്കറ്റിൽ വന്നത് എന്താണ്, ഒരു ആ ഒരു ഇന്നത്തെ ആ ഒരു ഡേ ലോ നല്ലപോലെ സ്വീപ്പ് ചെയ്തതിന് ശേഷം പിന്നെയും ഒരു ഡേ ലോ നമുക്ക് സ്വീപ്പായി. ഓക്കെ, അപ്പം ഞാൻ നോക്കുന്നത്, അപ്പം മാർക്കറ്റിൽ ഒരു അപ്സൈഡ് ഇപ്പം എന്താണ് ഒരു റീറ്റെയിലേഴ്സിന് അല്ലെങ്കിൽ നോർമലി ആൾക്കാർ വിചാരിക്കുന്നത് ഇനിയും മാർക്കറ്റ് അപ്സൈഡ് കയറും എന്നുള്ള ഒരു ഇതിലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഡൗൺ സൈഡ് വരും എന്നുള്ളത്. ഓക്കെ, പക്ഷേ നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പം വന്നാൽ എന്താണ് ഒരു ഡൗൺ സൈഡ് എൻട്രിലോട്ടാണ് നമുക്ക് വന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എൻട്രി ചെയ്ത പ്രീമിയം എന്ന് പറഞ്ഞാൽ 339 ആണ്, ഇപ്പം 320 ആയി. ഓക്കെ, പ്രീമിയം 320 ആയി. നമ്മളിപ്പം സ്റ്റിൽ ലോസ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. മാർക്കറ്റ് അപ്സൈഡിലോട്ട് കയറുകയാണ്. ഓക്കെ, മാർക്കറ്റ് അപ്സൈഡിലോട്ട് തന്നെ കയറും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, 320, 318, 363. ഓക്കെ, 320, 319. ഓക്കെ, 319, 320. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഹിറ്റാവും. ഓക്കെ, ജസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്ര ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളും ആ ഒരു കൺസോൾട്ടേഷൻ പോലെ വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എന്താണ് ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, 3300 റുപ്പീസ് ലോസ് തന്നെയാണ് നമ്മൾ ട്രേഡ് വന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇനിയും അടുത്ത ഒരു എൻട്രി സെറ്റപ്പ് വരുമെന്ന് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിർത്തി. ഇപ്പം നമുക്കൊരു 11,700 റുപ്പീസ് ഉള്ളൂ. ഓക്കെ, പ്രോഫിറ്റിൽ തന്നെയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം സമയം 11:28 ആയിട്ടുണ്ട്. 11:28. ഓക്കെ, നിഫ്റ്റി ഒരു ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒരു അപ്സൈഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനിയും പി എൻട്രി നോക്കണ്ട. ഓക്കെ, സി തന്നെ നോക്കാം. ഓക്കെ, അപ്പം ഇനി സിയിൽ വരുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഹൈ ആണ്. എത്രയാണ്? 50,421 തന്നെയാണ് ഇന്നത്തെ ടാർഗറ്റ് വരുന്നത്. പക്ഷെ നമുക്കൊരു എൻട്രി ഇപ്പം നമുക്ക് എൻട്രി ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ ഒരു റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു എൻട്രി ക്രൈറ്റീരിയ വേണം. ഓക്കെ, ആക്ച്വലി ഇപ്പം എന്താണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്ന് ഒരു അപ്പ് ട്രെൻഡിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ടാർഗറ്റ് എന്ന് എത്രയാണ്? 300 പോയിൻ്റാണ് നമ്മുടെ ആ ഒരു ഞാൻ വരച്ചേക്കുന്ന ആ ഒരു റെക്ടാങ്കുലർ, അതായത് 50-100 മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പോൾ ഓൾറെഡി ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതുകൊണ്ട് 50-200 ഇപ്പോൾ കറൻ്റ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു 100 പോയിൻറ്റ്സ് ഡൗൺ തരുമോ എന്ന് സംശയമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അഗ്രസീവായിട്ട് നമുക്കൊരു ഒരു കോൾ എൻട്രി എടുക്കാം. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഏത് ലെവലിൽ നിന്ന് നമുക്ക് നോക്കാമെന്ന്. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു എൻട്രി തരാതെ തന്നെ മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈ സ്വീപ്പ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിന്നാണ് എൻട്രിയെങ്കിലും 228 പോയിൻ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻ ദ മണി അല്ലെങ്കിൽ അറ്റ് ദ മണി സ്ട്രൈക്ക് ആകുമ്പോഴത്തേക്കിനും നിയർലി ഒരു 140-160 പോയിൻറ്റ്സ് എന്തായാലും നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും.
ഓക്കെ, ഇത് കുറച്ചുകൂടെ കൺഫർമേഷനുള്ള ട്രേഡ് കേട്ടോ. കാരണം ഒരു അപ്പ് സൈഡിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ കൺഫർമേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കറക്റ്റ്ലി ഒരു SMC ട്രേഡ് തന്നെയാണ്, നല്ലൊരു SMC ട്രേഡ് തന്നെയാണ്. ഓക്കെ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് അപ്പം നെക്സ്റ്റ് സ്വിങ് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്വിങ് ആയിരിക്കും നമ്മുടെ ആ ഒരു ടാർഗറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്വിങ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ബൈസ് ആക്റ്റീവ് ആവാൻ ഹൈ ചാൻസ് ഉള്ള ഏരിയാസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കാം നമുക്ക് മാർക്കറ്റ് നോക്കിയിട്ട്. ഓക്കെ, ഞാനപ്പം അഗ്രസീവായിട്ട് മാർക്കറ്റിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡിപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തു. ഓക്കെ, ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇന്നത്തെ ടാർഗറ്റ് വെക്കുന്നത് ഡേ ഹൈ ആണ്. ഓക്കെ, ഡേ ഹൈ തന്നെയാണ് ഇന്നത്തെ ടാർഗറ്റ് വെക്കുന്നത്. എന്തായാലും ഇതെൻ്റെ ലാസ്റ്റ് ട്രേഡാണ്. അപ്പം ഇത് 3ാമത്തെ ട്രേഡാണ്. ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ആയിരുന്നു, സെക്കൻഡ് ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, അപ്പം ഇത് തേർഡ് ട്രേഡാണ്. ഇത് ഞാൻ എടുത്തേക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 300 ക്വാണ്ടിറ്റിയാണ്. 300. ഓക്കെ, കഴിഞ്ഞ 2 ട്രേഡ് എടുത്തത് 150 ആയിരുന്നു. ഇത് ഞാൻ എടുത്തത് 300 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇത് കുറച്ച് കൺഫർമേഷൻ ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു അപ്സൈഡിലോട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുകയും ചെയ്തു. ഒരു അതായത് അപ്സൈഡിലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഡൗൺ സൈഡിൽ നിന്ന് നല്ലൊരു പുൾ ബാക്ക് വന്നിട്ടാണ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ടാർഗറ്റും കാര്യങ്ങളൊക്കെ. കാരണം ഇതിപ്പം ലിക്വിഡിറ്റി ഇനിയും മുകളിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഡൗൺ സൈഡ് ഞാൻ മുമ്പേ നമ്മുടെ അവിടുന്ന് പുൾ ബാക്ക് തന്ന ആ ഒരു ലിക്വിഡിറ്റി എടുക്കണം. ഓക്കെ, നമ്മൾ വാങ്ങിച്ചെടുത്ത ബൈ പ്രൈസിനെക്കാട്ടി നല്ലപോലെ ഇപ്പം കയറിയിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു എൻട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവലിലോട്ട് ചിലപ്പോൾ മാർക്കറ്റ് വരണമെന്നില്ല. ഓക്കെ, അപ്പം ചില സമയത്ത് നമുക്കൊരു അഗ്രസീവായിട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 300 ക്വാണ്ടിറ്റി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 300 ക്വാണ്ടിറ്റി അപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഒരു 40 പോയിൻറ്റ്സ് ആണെങ്കിൽ ഒരു 12,000 റുപ്പീസ് ആയിരിക്കും എനിക്കിന്ന് നഷ്ടപ്പെടുന്നത്. കാരണം ഇന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആദ്യത്തെ ട്രേഡ് ഞാൻ ഇന്ന് റിസ്ക് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നോർമലി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ചെറിയൊരു ലോസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ബട്ട് അത് ഇഷ്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ആ ഒരു എൻട്രി സെറ്റപ്പ് കാരണം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹൈ കൺഫർമേഷൻ ട്രേഡ്സാണ്. ഇങ്ങനത്തെ ഒരു ഡൗൺ ട്രെൻഡ് ചെയ്യുന്ന ഒരു അപ്പ് ട്രെൻഡിലോട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു എൻട്രി കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിലെ. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ഞാൻ ആ ഒരു വരച്ചേക്കുന്ന ബോക്സിൽ വന്ന് ടാപ്പ് ആവുകയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ മുമ്പത്തെ ആ ഒരു എൻട്രി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയപ്പോഴും നമുക്കിപ്പം ഞാൻ നെക്സ്റ്റ് ഞാനൊരു എൻട്രി നോക്കുന്നതെന്ന് പറഞ്ഞാൽ കോൾ എൻട്രി ആയിരുന്നു. കാരണം നമ്മൾ ആ ഒരു ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്വിങ്ങിൻ്റെ ഹൈ ആ ഒരു ഏരിയ വെച്ചിട്ടാണ് നമ്മളൊരു പുട്ട് എൻട്രി എടുത്തത്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബ്രേക്ക് അപ്പ് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു പുട്ട് എൻട്രി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അടുത്ത ഒരു എൻട്രി ഏതാണ്, ഒരു കോൾ എൻട്രി കിട്ടും നമുക്ക് അവിടെ നിന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാലറിയാം 300 ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. നിയർലി ഒരു 6,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. 6,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം മാർക്കറ്റല്ലേ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ എന്തായാലും അപ്പ് സൈഡ് തന്നെ നല്ല സ്പൈക്കോടെ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യും എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ചെറിയൊരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ പ്രീമിയം നല്ലപോലെ കയറുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം കുറച്ച് പേര് പറയുന്നു, കാരണം ചില ലൈവ് വോയിസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന് സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ചെയ്യാം. കാരണം ഇത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ലൈവായിട്ട് ചെയ്യുന്നത് കൊണ്ട് അപ്പം വോയിസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഞാൻ 2-3 നോക്കിയപ്പോഴത്തേക്കിന് അവിടെ പ്രീമിയം കാര്യങ്ങളൊക്കെയാണ്, പൈസ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു വോയിസും കൂടെ നമുക്ക് നോയ്സ് റിഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് നല്ലപോലെ മുകളിലോട്ട് കയറുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പം മാർക്കറ്റിൽ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നല്ല പ്രോഫിറ്റ് ഇപ്പോൾ കറൻറ്റ്ലി റണ്ണിങ് ആണ്. ഓക്കെ, നിയർലി ഓവറോൾ നമുക്കൊരു 20,000 റുപ്പീസ് ഇപ്പോൾ തന്നെ റണ്ണിങ് ആണ്. 20,000. ഓക്കെ, ഇതിൽ തന്നെ ഇപ്പോൾ ഒരു 6,000 റുപ്പീസ് 7,000 റുപ്പീസോളം കറൻറ്റ്ലി പ്രോഫിറ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, പിന്നെ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ എത്രത്തെ ലെങ്ത് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ നമ്മുടെ ആദ്യത്തെ ഒരു എൻട്രിയുടെ വീഡിയോ ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഇപ്പം എല്ലാം പ്രോഫിറ്റ് മാത്രമല്ല നമ്മൾ വീഡിയോയിൽ എടുക്കുന്നത്. നമ്മൾ ആ ദിവസം എടുക്കുന്ന കംപ്ലീറ്റ് ട്രേഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ലൈവിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ പ്രോഫിറ്റ് മാത്രം നമ്മൾ ഏൺ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ട്രേഡ്സ് മാത്രമല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇപ്പം. ഓക്കെ, നമ്മൾ വാങ്ങിച്ച പ്രീമിയം 469 ഇപ്പം നിയർലി ഒരു 500 എബവ് പോയിട്ടുണ്ട്. ഓക്കെ, നിയർലി നമുക്കിപ്പോൾ ഒരു 12,000 റുപ്പീസ്
10,000 പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്, നമ്മൾ പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഈ ഒരു എൻ്റെ ഒരു എൻട്രി സെറ്റപ്പോ കാര്യങ്ങളോ അല്ല, അതല്ല എൻ്റെ സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡ് എടുക്കുന്നതിലാണ് ഏറ്റവും വലിയ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വരെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ടാർഗറ്റ് വരെ ഹോൾഡ് ചെയ്യുക, അതാണ് രണ്ടാമത്തെ കാര്യം. അതിലാണ് നമ്മൾ ഓരോരുത്തരും വിജയിക്കുന്നത്. ഓക്കെ, ഇപ്പം നല്ലൊരു പ്രോഫിറ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു അപ്സൈഡ് സ്പൈക്ക് പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നത്, നമുക്കിപ്പം ലൈവ് മാർക്കറ്റിൽ ഇപ്പം നിങ്ങൾ ലൈവ് പോയി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ പുതിയതായിട്ടാണ് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം എത്രത്തോളം എങ്ങനെയാണ് നമ്മളിപ്പം ലൈവ് പോകുന്നത് കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ട്രയലായിട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് നോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നല്ലപോലെ വരുന്നുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കണം. കാരണം കുറേ പേരുടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല മൈക്ക് വേണം, അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മളെന്തായാലും ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഈ മന്ത് എൻഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് തൊട്ട് നമ്മളെന്തായാലും ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും എൻ്റെ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനപ്പം ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പം ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങളൊക്കെ പ്ലോട്ട് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം സമയം 11:36 കേട്ടോ. 11:36. സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റ് റണ്ണിങ് തന്നെയാണ്, സ്റ്റിൽ ട്രേഡ് പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇത് സ്കിപ്പടിച്ച് ഞാൻ വേണമെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ ചെയ്യാം. ഞാൻ പറഞ്ഞു, നമ്മൾ ലൈവ് ട്രേഡ്സ് ആണ് ചെയ്യുന്നത്. അപ്പം ലൈവ് ട്രേഡ്സ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഒരു ഇപ്പം ലൈവായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരോരോ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം കുറേ പേര് നമ്മൾക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ടെലിഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട്, ലൈവ് ട്രേഡ്സ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്സൈഡിലോട്ട് നമ്മൾ ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്താൽ മാത്രം മതി. ആ ടാർഗറ്റ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനിയും വർക്ക് ചെയ്യേണ്ടത് മാത്രം. അല്ലാതെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഇനി ഇതിനകത്ത്. കാരണം സ്റ്റോപ്പ് ലോസ് ഡൗൺ സൈഡ് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. പിന്നെ ഇനി അപ്പ് സൈഡ് വരുമ്പോഴത്തേക്കിന് 50 ആ ഒരു ലെവലാകുമ്പോഴത്തേക്കും നമുക്ക് അലേർട്ടും തരും. അപ്പോൾ ആ ഒരു അലേർട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ടാർഗറ്റും ഇതാക്കാം, സെല്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, കറൻ്റ്ലി നമ്മളിപ്പോൾ ഒരു 7,500 ഓക്കെ, 7,500 ആ ഒരു 8,000 റുപ്പീസോളം നമ്മൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. കറൻ്റ്ലി ഇപ്പോൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, 8,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, ഞാനപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ആ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ആ ഒരു 624, ഓക്കെ, ആ ഒരു 624 നമ്മുടെ പ്രീമിയത്തിൽ ബ്രേക്ക് ആവും, ഷുവറായിട്ട് ബ്രേക്ക് ആവും. അപ്പോൾ നമുക്കൊരു 160 പോയിൻറ്റ്സോളം നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു 45,000 ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കണ്ടോ, 300 ക്വാണ്ടിറ്റി അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 140 ആ ഒരു ലെവൽ അത്രയൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാം. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൽ. ഓക്കെ, 300 പോയിൻറ്റ്സോളം നമുക്കൊരു അപ്പ് സൈഡിൽ മൂവ്മെൻറ്റ് നല്ലപോലെ പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇന്ന് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തായാലും ഒരു അപ്പ് സൈഡ് ട്രേഡ് തന്നെ ആയിരിക്കും നോക്കുന്നത്. പിന്നെ ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു ട്രേഡ് ഞാൻ നിർത്തുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം മാർക്കറ്റ് അപ്പ് സൈഡ് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യുന്ന എക്സിറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇനിയും ടാർഗറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഒരു ഹൈ കൺവിഷൻ ട്രേഡ് ആയിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു 300 ക്വാണ്ടിറ്റി ആഡും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഓക്കെ, ഇപ്പം സമയം 11:48 ആയിട്ടുണ്ട് കേട്ടോ, 11:48. നമുക്ക് എന്തായാലും സ്റ്റിൽ വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൻ്റെ ആ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ മാക്സിമം കുറേ ടൈമിൽ നമ്മൾ ആ ഒരു ബ്രേക്കൗട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് 1 മിനിറ്റ് ടൈം ഫ്രെയിം അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈം ഫ്രെയിമിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് ആ ഒരു ലെവൽ, ആ ഒരു ബ്രേക്കൗട്ട് ടൈമിൽ കുറേ ആൾക്കാർ എൻട്രി കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, നിയർലി ഇപ്പോൾ നമുക്കൊരു 100 പോയിൻറ്റ് റണ്ണിങ് ആണ്, ഓപ്ഷൻ പ്രീമിയം റണ്ണിങ് ആണ് 100 പോയിൻറ്റ്സ്. ഓക്കെ, 548, 550, 560. ഓക്കെ, ആ ഒരു ലെവലിൽ ട്രേഡ് റണ്ണിങ് ആണ്. ഓക്കെ, ഇപ്പം നമുക്കൊരു 30,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ്, 30,000. ഓക്കെ,
ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് ഡെയിലി ഇപ്പം നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേറെ ചാർട്ട്, അല്ലെങ്കിൽ ഇന്ന് ഇന്ന് നമ്മുടെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. ഓക്കെ, ഞാനപ്പോൾ സെൻസെക്സിൻ്റെ ചാർട്ടും കാര്യങ്ങളും ഇതുവരെയായിട്ട് നോക്കിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു 3 PM ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു സീറോ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു 10 rupees ഡൗൺ അല്ലെങ്കിൽ 10 rupees താഴെയുള്ള പ്രീമിയം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു 100% കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നെടുത്ത ആ ഒരു പ്രോഫിറ്റ് കാര്യങ്ങൾ എന്താണ് റിസ്ക് ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ആ ലോട്ടറി കോൾ പോലെ, അതായത് ചിലപ്പോൾ ഒരു 100% നമുക്ക് കിട്ടും. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു എൻട്രി കാര്യങ്ങൾ കിട്ടത്തില്ല. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. ഓക്കെ, സ്റ്റിൽ നമുക്കൊരു പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ, 110, 117, 111, 112. ഓക്കെ, 112, 115 പോയിൻ്റ് ഇപ്പം നമ്മൾ കറൻ്റ്ലി പ്രോഫിറ്റിലാണ്. 115 പോയിൻ്റ് കറൻ്റ്ലി പ്രോഫിറ്റിലാണ്. ഓക്കെ, ഓക്കെ, നിയർലി ഒരു 34,000 rupees അടുത്ത് നമുക്ക് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ട്രേഡ് എടുത്ത് സെക്കൻഡ് ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയാലും നമുക്ക് ഇഷ്യൂസ് ഇല്ല. ഞാൻ പറയും നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ അതിൽ തന്നെ നല്ലപോലെ അങ്ങ് എൻട്രി ചെയ്യുക. അല്ലാതെ ഇപ്പം ഞാൻ പറയും നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങ് എൻട്രി ചെയ്താൽ മതി. ഇപ്പം നമ്മളൊരു 10,000 rupees ഉള്ള ഒരാളാണെങ്കിൽ ഒരു ദിവസം മാക്സിമം എത്ര ആയിരിക്കും കളയാനായിട്ട് പറ്റുന്നത്? 500 rupees കളയാം. അപ്പോൾ എന്താണ് 500 rupees കളയുമ്പോഴത്തേക്കും 500 rupees ഒരു റിസ്ക് റിവാർഡ്, അതായത് ലോസ് 500 rupees, ഒരു 1 lot എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? നിയർലി ഒരു 40-50 points നമുക്ക് SL വെക്കാം. ഓക്കെ, അപ്പോൾ 40-50 points SL വെക്കുമ്പോഴത്തേനും എന്താണ്, അത് വേണമെങ്കിൽ ഇപ്പോൾ ലോട്ട് സൈസ് കൂട്ടണം. 10,000 ഉണ്ടല്ലോ, 2 lot വാങ്ങിക്കാം എന്ന് കരുതിയാൽ അപ്പോൾ നമുക്ക് എന്താണ് ഈ 6,000 അല്ലെങ്കിൽ 500 rupees എന്ന് പറയുന്നത് എന്താണ്, 2 lot വാങ്ങിക്കുമ്പോൾ 1,000 rupees ആവും. അപ്പോൾ 10,000-ൻ്റെ 1,000 എന്ന് പറഞ്ഞാൽ എന്താണ്, നിയർലി 10% ആണ്. അപ്പം അതിനെക്കാട്ടി ബെറ്റർ ഇപ്പോൾ 10,000 rupees നിങ്ങൾക്ക് എത്ര രൂപ ലോസ് ചെയ്യാൻ പറ്റും, അതായത് ഇമോഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപ ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലോസ് ഇപ്പോൾ 500 rupees ആണെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പം 2 lot എടുക്കുക. 2 lot വേണം, നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 2 lot എടുക്കുക. അന്നേരം 500 rupees ലോസ് ആകുമ്പോഴത്തെ എത്രയാണ്, ഒരു 20 point SL വെക്കുക. ഓക്കെ, 2 lot ബൈ ചെയ്യുക, അപ്പം 20 lot SL വെക്കുക. 20 points SL വെക്കുക. അപ്പോൾ 2 lot ബൈയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ 30 ആണ്. 30 ആകുമ്പോഴത്തേക്കും നമുക്ക് 20 points വരുമ്പോൾ എത്രയാണ്, 600 rupees. ഓക്കെ, 600 rupees നിങ്ങൾക്ക് SL എടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 10,000 2 lot നിങ്ങൾക്ക് ബൈയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോഴും സ്റ്റിൽ നമ്മളൊരു 90 ഓക്കെ 90 points നമ്മൾ ഓപ്ഷനിൽ കറൻ്റ്ലി റണ്ണിങ് ആണ്. 90 points. ഓക്കെ, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് സ്റ്റിൽ നമ്മൾ അലേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഇടയ്ക്ക് ഫിബ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്, കാരണം ടാർഗറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കിന് ഫിബ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. ഓക്കെ, ആക്ച്വലി ഫിബ്നോക്കി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഇതിൽ ഒരു റിവേഴ്സലോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടുമെന്നല്ല. അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ റിയാക്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാതെ നമുക്കിപ്പം ഫിബ് വെച്ചിട്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാം. ഫിബ് വെച്ച് ട്രേഡ് എടുക്കുന്നവരും ഉണ്ട്. ഓക്കെ, സ്റ്റിൽ നമുക്കിപ്പം വേണമെങ്കിൽ ഒരു ഡൗൺ സൈഡ് ഡിപ്പ് വരുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് വേണമെങ്കിൽ എന്താണ് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു എൻട്രി സെറ്റപ്പാണ് നല്ലത്. കാരണം ഡൗൺ സൈഡിൽ ഇങ്ങനത്തെ എൻട്രീസ് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഹൈ പ്രോബിലിറ്റീസ് എൻട്രീസ് ഒക്കെയാണുള്ളത്. ഓക്കെ, കാരണം ഡൗൺ സൈഡിൽ നിന്ന് ഒരു അപ്പ് സൈഡിലോട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ട് നമ്മുടെ ഒരു എൻട്രി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു എൻട്രി സെറ്റപ്പിൽ നമ്മൾ എൻട്രി എടുക്കുകയും ചെയ്തു. ഇപ്പം പ്രോപ്പറായിട്ട് ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഞാൻ വരച്ചേക്കുന്ന ആ ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അവിടുന്ന് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇപ്പം അത്രയും നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഗ്രസീവായിട്ട് നമുക്കൊരു എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത്. മിക്കവാറും നമുക്കൊരു ഹൈ മൊമെൻറ്റം ഒക്കെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ ആ ലെവലിലോട്ട് മാർക്കറ്റ് വരണമെന്നില്ല, അങ്ങനെ നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇപ്പം മാർക്കറ്റിൽ ഞാൻ പറയും മാർക്കറ്റ് എപ്പോഴും റൺ ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് എപ്പോഴും മൊമെൻറ്റം നടത്തുന്നതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിലെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമാണ്. കാരണം മാർക്കറ്റിൽ മൊമെൻറ്റം നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ട് ആൾക്കാരുടെ, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടാണ് മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ എന്താണ് ബിഗ് പ്ലേയേഴ്സ് ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കും.
അതായത് അത്രയും സ്റ്റോപ്പ് ലോസ് കിടക്കുന്ന ഏരിയയിൽ എന്താണ് ഇപ്പം ഒരു പി ബൈ ആണ് നടന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ അത്രയും സ്റ്റോപ്പ് ലോസ് നടന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഒരു ഓർഡേഴ്സ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ, ലിക്വിഡിറ്റിയെക്കുറിച്ചൊരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെയും മറ്റന്നാളും ഇനി അവധിയാണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലിക്വിഡിറ്റിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ലിക്വിഡിറ്റിയും ഓപ്ഷൻസിൻ്റെ ആ ഒരു കാര്യങ്ങളും രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഞാനപ്പം ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ബേസിക് അറിയണം, എന്നാലേ നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി കോൺസെപ്റ്റിലോട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ എന്താണ് ഈസിലി അവൈലബിൾ ആണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസ്, അതായത് മറ്റുള്ളവർ നമുക്ക് തരാത്ത ഒരു നോളജും കാര്യങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു 2 ബാച്ച് അപ്പം എന്താണ് ഓപ്ഷൻ ബൈയിങ്ങും ഓപ്ഷൻ സെല്ലിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോഴേ ബാച്ച് കാര്യങ്ങളൊന്നും എടുക്കുന്നൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ലൈവ് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറയില്ല, മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് കാര്യങ്ങൾ ആദ്യം അനലൈസ് ചെയ്യുക. പിന്നെ മാർക്കറ്റിലെ ലിക്വിഡിറ്റി എവിടെ ഉണ്ട്, അതായത് മറ്റുള്ളവർ സ്റ്റോപ്പ് ലോസസ് എവിടെ ഉണ്ട്, അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ പ്ലസ് മാർക്കറ്റ് എന്താണ് ലിക്വിഡിറ്റി. അപ്പോൾ അത് രണ്ടും കൂടെ വരുമ്പോഴത്തെ ആ ഒരു സ്ട്രാറ്റജിയിലാണ് ഞാൻ നിൽക്കുന്നത്. ലിക്വിഡിറ്റിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ആ ലിക്വിഡിറ്റി പ്ലസ് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡും കൂടെ നോക്കിയിട്ട് ആ ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡ്സ് എടുക്കും. കാരണം ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ലിക്വിഡിറ്റിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രി കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇപ്പം നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചുമ്മാ ഒരു ബൈ എടുക്കും, എന്നിട്ട് ഡൗൺ സൈഡിൽ ആ ഒരു 2-3 ക്യാൻഡിൽസിൻ്റെ ലോയിൽ കയറി സെല്ലും വെക്കും, സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, എന്നിട്ട് മാർക്കറ്റ് എന്താണ് തിരിച്ച് അതേപടി കയറും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ഞാൻ പറയാം, അങ്ങനത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടൈമിലൊക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു റിസ്ക് റിവാർഡ് എങ്ങനെ മാനേജ് ചെയ്ത് ട്രേഡ് എടുക്കണമെന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഒരു പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റിൽ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം സമയം 12:57 അല്ലേ, 57. ഓക്കെ, നിയർലി നമ്മളൊരു 30-40 മിനിറ്റ്സോളം നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സ്റ്റിൽ നമുക്ക് മാർക്കറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയ അല്ലേ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഏരിയയിൽ ചിലപ്പം ഇവിടുന്ന് കുറേ ആൾക്കാർ പുട്ട് ബൈ ചെയ്യും, അല്ലെങ്കിൽ കോൾ ബൈ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ ട്രേഡ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു ക്യാൻഡിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിങ് കൂടാണ്. അപ്പം ആ ചാർട്ടും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, കാരണം ഇന്നൊരു ട്രെൻഡിങ് ഡേ ആയതുകൊണ്ട് ചിലപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, OI ചേഞ്ചും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഒരു കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷനോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സെല് ചെയ്യാം. ഓക്കെ, ഇന്ന് ആക്ച്വലി രണ്ടാമത് മാർക്കറ്റ് വീണപ്പോഴും നമ്മളൊരു പുട്ട് എൻട്രി എടുത്തില്ല. അപ്പോൾ ആക്ച്വലി നമ്മളും എന്താണ് മാർക്കറ്റിൽ ട്രാപ്പായി ആക്ച്വലി, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടാണ് എന്താണ് മാർക്കറ്റിൻ്റെ ഓരോ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഇതിൽ പറയുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡെയിലി ഞാൻ നാളത്തെ മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ പിന്നെ നമുക്ക് എന്താണ്, ഞാൻ ഡെയിലി സൺഡേ നമുക്ക് എഡ്യൂക്കേഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ ഡെയിലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഡെയിലി അപ്ഡേറ്റ്സ്, അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന ട്രേഡ് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ഹിറ്റാവുന്ന ട്രേഡ് ആയിക്കോട്ടെ, ഓക്കെ, എല്ലാം നമ്മൾ ട്രേഡ് കറൻ്റ്ലി കാണിക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ലൈവ് വീഡിയോസ്, ലൈവ് ട്രേഡ് വീഡിയോസ് ഞാൻ ഡെയിലി മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 120, 125, 123, 120. ഓക്കെ, 120 പോയിൻറ്റ് പ്രീമിയം ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആണ് കേട്ടോ. 120 പോയിൻറ്റ് പ്രീമിയം കറൻ്റ് റണ്ണിങ് ആണ്. ഓക്കെ, 120, 130, 140. ഓക്കെ, 140, 138. ഓക്കെ, 138, 140, 135. ഓക്കെ, കറൻ്റ് റണ്ണിങ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാനീ പറയുന്നത് ഞാൻ ഫോണിലാണ്. ഓക്കെ, ഞാൻ ഫോണിൽ, കാരണം ആ ലെവൽ വരുമ്പോൾ ഞാൻ എക്സിറ്റും കാര്യങ്ങളും അടിക്കാനായിട്ട് ഫോണിലാണ് ഞാൻ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം.
ഓക്കെ 30 ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തത്. ഞാൻ എൻ്റർ ചെയ്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 469 ആ ഒരു ലെവലിലാണ് ഞാൻ എൻ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 586 590 ഓക്കെ, ആ ഒരു ലെവലിലാണ് നമ്മൾ നോക്കിയേക്കുന്നത്. എന്താണ് 624 ആ ഒരു ലെവലിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ആവുകയാണെങ്കിൽ ആ ഒരു ലെവൽ എന്തായാലും സ്വീപ്പ് ആവാൻ ഹൈ പ്രോബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ കവർ ഓർഡർ ഇടാം, ബ്രാക്കറ്റ് ഓർഡർ ഇടാം. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് ട്രേഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ ഈ ഇങ്ങനത്തെ ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് എന്തായാലും ഷുവറായിട്ടും നിങ്ങൾ എന്താണ് ഒരു സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ടും വെക്കണം. ഓക്കെ ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, 141 നല്ല സ്പൈക്ക് ഉണ്ടല്ലേ, പ്രീമിയത്തിൽ നല്ല സ്പൈക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ 140 ഓക്കെ 48 എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, സ്കാൽപ്പ് ചെയ്യേണ്ടവർക്കൊക്കെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാമെന്നേ ഉള്ളൂ. സുഖമായിട്ട് സ്കാൽപ്പ് ചെയ്യും, ഡേ ഹൈ ജസ്റ്റ് ടാർഗറ്റ് വെക്കാം. പക്ഷേ ആ ഒരു സിങ് പോലെ നമുക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ലോസും വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറയാം, നമുക്ക് ഇങ്ങനെ കൺസോളിഡേറ്റിംഗ് മാർക്കറ്റിലൊക്കെയാണ് നമ്മൾ സ്കാൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ ചെയ്യാറ്. ഓക്കെ, ഇങ്ങനത്തെ ട്രെൻഡിങ് ഡേയ്സിൽ നമുക്ക് നല്ലൊരു എൻട്രീസ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്തായാലും ഡേ ഹൈ എന്തായാലും സ്വീപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ഫോൾ വരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു 100 പോയിൻറ്റ്സ് ആ ഒരു ഇതിൽ തന്നെ ഞാൻ ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ $140 $130 $135 ഓക്കെ, നമുക്കിപ്പോൾ ഒരു 45,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ് കേട്ടോ. 45,000 റുപ്പീസ്. ഓക്കെ, 45,000 റുപ്പീസ് റണ്ണിങ് ആണ്. ജസ്റ്റ് കുറച്ച് പോയിന്റുകളല്ലേ, 35 പോയിൻറ്റ്സുകളുള്ളൂ നമുക്കിനി ടാർഗറ്റ് എത്താൻ. ജസ്റ്റ് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 160 പോയിൻറ്റ്സ് ആണ്. 160 പോയിൻറ്റ്സ് മിക്കവാറും നമുക്ക് ടാർഗറ്റ് കിട്ടും. 624 ആണെന്നുണ്ടെങ്കിൽ 160 നിയർലി 160 155 അത്രയും കിട്ടും നമുക്ക്. ഓക്കെ, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിയർലി ഒരു 45,000 46 44 44 700 ഓക്കെ 44 700 ഓക്കെ 43,000 റുപ്പീസ് പ്രോഫിറ്റ് റണ്ണിങ് ആണ് കേട്ടോ. 43,000 ഓക്കെ. ഇത് ഞാൻ പറയില്ല, നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടാർഗറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല, ഇപ്പം ഞാൻ എടുത്തേക്കുന്ന 300 ക്വാണ്ടിറ്റിയാണ്. ഇതിൽ നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടാം, ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചെയ്യാം. ഓക്കെ, ക്വാണ്ടിറ്റി കൂട്ടുന്നതനുസരിച്ച് എന്താണ് റിസ്ക്കും കൂടും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ പറയില്ലേ, ഇപ്പം ഞാൻ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ 25 പോയിൻറ്റ്സാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഓക്കെ, 25 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നിയർലി എന്താണ് ഒരു 7,000 8,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓക്കെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനെന്തായാലും ഓക്കെ 624 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. 624 ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 49,000. ഓക്കെ, ഞാൻ എക്സിറ്റ് അടിച്ചു. 49,000 ഓക്കെ ഓക്കെ ട്രേഡേഴ്സ്, ഇത്രയേ ഉള്ളൂ. 49,000 നമ്മൾ ടാർഗറ്റ് അടിച്ചേക്കുന്നതാണ്. ഓക്കെ, 49,000 ടാർഗറ്റ് കിട്ടി. 49,000 ഫസ്റ്റ് ട്രേഡ് 15,000. ഓക്കെ, നിയർലി നമുക്കൊരു 65,000. നമുക്കപ്പോൾ ഇന്നത്തെ ഒരു ലോസ് എന്ന് പറയുന്നത് 3,500 റുപ്പീസ് സംതിങ്. ഓക്കെ നിയർലി ഒരു 61,000. ഓക്കെ, 60,000 നമ്മൾ പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ഈ 3 ട്രേഡ്സ് ആയിരുന്നു ഇന്ന് ഞാൻ എടുത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും 3 ട്രേഡ്സാണ് ഇന്നത്തെ ട്രേഡ് ചെയ്തത്. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കുക. ഓക്കെ താങ്ക് യു ഓൾ.